ഹായ് നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, പണ്ട് കാലത്ത് കപ്പ, നെല്ല് ഇതൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എലി വന്ന് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വില്ല്, അതുണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് കത്രിക, എലിക്കിണി അങ്ങനെ പല സൗകര്യങ്ങളുണ്ടെങ്കിലും പണ്ട് കാലത്ത് നമ്മൾ ഇതിനെയൊക്കെ തുരത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു കിടിലം വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പന്നിയലിനെ പിടിക്കാൻ കെണി ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മുടെ കപ്പത്തോട്ടത്തിലൊക്കെ കൊത്തിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന പന്നിയലിയൊക്കെ കപ്പയൊക്കെ നശിപ്പിക്കുമ്പോഴത്തേക്ക് അതിനെ പിടിക്കാനുള്ള വില്ല്, കെണി, വില്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഇല്ലി ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ അനിയപ്പൻ ചേട്ടൻ, ഞങ്ങളെല്ലാവരും മാമാന്ന് വിളിക്കും. മാമനാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ അറിയാവുന്നത്. അപ്പോൾ അതിൻ്റെ ആണി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെത്തി റെഡിയാക്കുവാണ്. അപ്പോൾ എല്ലാം ചെത്തി റെഡിയാക്കിയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ മാമനോട് തന്നെ ചോദിക്കാം. മാമാ, ഈ കമ്പ് എത്ര എണ്ണം വേണം ഇതിന്? മൊത്തത്തിന് 5 എണ്ണം വേണം. 5 കമ്പും ഒരു വേവാനം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അനിയപ്പൻ ചേട്ടൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കമ്പ്, ഇത് വേറെ ഒരെണ്ണം, ഇത് ഒരേപോലത്തെ 3 കമ്പ്, പിന്നെ തീരെ ചെറിയൊരു കമ്പ്, ഇത് അതിൽ ഇച്ചിരി വലുപ്പമുള്ളൊരു കമ്പ്. അപ്പോൾ ഇത്രയും സാധനം വെച്ചാണ് സംഭവം നമ്മുടെ അനിയപ്പൻ ചേട്ടൻ റെഡിയാക്കുന്നത്. ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചാട്ടോ നമ്മൾ ഈ കെണി റെഡിയാക്കുന്നത്. ഉണ്ടോ ഇതിൻ്റെയൊക്കെ രൂപമൊക്കെ നോക്കി. ഇതിൻ്റെ കെണി കടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വള്ളി ഉണ്ട് കേട്ടോ, ഈറ്റവള്ളി, ഈറ്റയുടെ കരിമ്പൊളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പുണ്ട്, വില്ല് വരെ വളച്ച് കെട്ടാനുള്ളൊരു കമ്പ്. അപ്പം നമുക്ക് റെഡിയാക്കാമല്ലേ മാമ? റെഡിയാക്കാം. അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ പിടിച്ച് കെട്ടണം. കെട്ടിക്കഴിഞ്ഞ് വേറെ ഒരു കുഴയുള്ളിടത്ത് കെട്ടണം. കൊയ്യുള്ളിടത്ത് കെട്ടണം. കാണിച്ചു മാമ, നോക്കട്ടെ. വെറുതെ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി ഒന്ന് ഉടക്കിയതുള്ളൂ കേട്ടോ. സംഭവം സ്ട്രോങ് ആയി. 3 എണ്ണം ഇങ്ങനെ അകന്നു വരും. 2 നീളം കുറഞ്ഞതും ഒരു നീളമുള്ളതും. അപ്പോൾ ഇത് ആദ്യമേ കെട്ടിയെടുത്ത 3 പോലെ കേട്ടോ. അത് കഴിഞ്ഞ് ബാലൻസുള്ള 2 എണ്ണം. ഇതിനും അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ഒരു ലോക്ക് പോലെ ഇട്ടിട്ട് ഇവിടെ ഈറ്റവള്ളി വെച്ച് തന്നെ കെട്ടിയിട്ടുണ്ട്. ഒരെണ്ണം നീളം കുറഞ്ഞത്, ഒരെണ്ണം നീളം കൂടിയതാണ്. ഇനി മറ്റേ ആദ്യം നമ്മൾ കെട്ടിവെച്ചത് ഇതിനകത്തേക്ക് ഇറക്കും. അതിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മൾ അടിച്ച് ടൈറ്റ് ചെയ്യും കേട്ടോ അതിൻ്റെ അകത്ത്, അല്ലേ മാമ? അടിച്ച്. അപ്പോൾ ഇതിന് താഴെ ഒരു ലോക്കുണ്ട്. മേളിൽ ലോക്കായി. പോകാണ് ലോക്കിനകത്ത്. സിമ്പിളായിട്ട് ഉടക്കി വെക്കുന്നുള്ളൂ. ഇനി അത് രണ്ടും കൂടെ കൂട്ടി മൊത്തത്തിൽ കൂട്ടി കെട്ടും അല്ലേ? കെട്ടും.
അപ്പോൾ നമ്മുടെ വില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ഇതാണ് ഇതിൻ്റെ കളികോൽ എന്ന് പറയുന്നത്. കളികോല്. ഇത് ഇതിൻ്റെ താഴത്തെ ഉടക്ക്. ഈ സംഭവം കാണാമല്ലോ അല്ലേ? ഇതുണ്ടോ, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ ഇത് ഈ കളികോല് ഇവിടെ വെച്ചിട്ട് നമ്മളിത് അടിച്ചുറപ്പിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇവിടെ ഇത് അടിച്ചുറപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു കമ്പ് വെച്ചിട്ട് അതിലാണ് ഈ കളികോല് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കമ്പൊക്കെ വളച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. നമ്മുടെ അനിയപ്പൻ ചേട്ടൻ അത് സെറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ വില്ല് അതിലേക്ക് കെട്ടി റെഡിയാക്കും കേട്ടോ. എല്ലാ ഈറ്റവള്ളിയിൽ തന്നെ ചെയ്യുന്നത്. നമ്മൾ വേറെ വള്ളി ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ വളച്ചിടുന്ന വില്ല് അതേ തന്നെ ആ കെണിയെ തന്നെയാണ് അതിൻ്റെ ഫുൾ സെറ്റിങ്സും. ഉണ്ടോ? ഈ കമ്പ് അത് ഈ കെണിയെ തന്നെ ഈറ്റവള്ളി വെച്ച് കെട്ടി ഒരു ഗ്യാപ്പ് ഇട്ട് അത് ഇറക്കി റെഡിയാക്കി ഇതേ ഉണ്ടോ ഉടക്കി വെച്ചിട്ടുണ്ട്. കുത്തി ഇറക്കി വെച്ചേക്കോട്ടോ ഇങ്ങോട്ട്. ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച് താത്തി വെക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഈ വള്ളിയിൽ ഇതിങ്ങനെ പൊങ്ങി ടൈറ്റായി നിൽക്കും. ഇതുണ്ടോ ഈ കമ്പിൽ. ഇത് നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞാൽ ഇത് താഴെ ഇങ്ങനെ അടിക്കും. അപ്പോൾ ബാക്കി ഉടക്കാനുള്ള സംഭവങ്ങളെ നമ്മുടെ അനിയപ്പൻ ചേട്ടൻ റെഡിയാക്കും കേട്ടോ. ഇപ്പോൾ റെഡിയാക്കാൻ പോവാണ്. അതാ ചെറിയ കമ്പയിലാണ് അതിൻ്റെ കളി നിൽക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഇതിൽ വന്ന് എലി കയറുമെന്ന് വെച്ചോ. എലി കയറുമ്പോൾ ഇതിങ്ങനെ ഈ സാധനം താഴെ പോകും. അതിപ്പോൾ കയ്യ ഉടക്കി നിന്നോണ്ടാ. അതെ, കയ്യിൽ ഉടക്കിയതുകൊണ്ടത് താഴെ പോകും. അപ്പോൾ നമ്മുടെ വില്ലെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമ നമുക്ക് ഇതുകൊണ്ട് ഇവിടെ കളിച്ചു വെച്ചാലോ? കളിച്ചു നോക്കാം എന്നാ പാപ്പ. അപ്പോൾ ഇവിടെ നമുക്കൊരു എലിമടയുണ്ട്. അതിൻ്റെ ഭാഗത്തിലായിട്ട് നമുക്കിത് ഇന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ചുറ്റും നോക്കാം. അപ്പം ആദ്യം നമ്മളിവിടെ ഒരു മാമനൊരു കമ്പ് അടിച്ച് നാട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാലും അത് കളി തന്നല്ലോ അല്ലേ? കളി തന്നെ. ഇങ്ങനെ തന്നെ വെക്കാനേ പറ്റൂ. അല്ല, അകത്ത് വെച്ചാലും കളി തന്നെയല്ലേ? ഇതിനും ഇങ്ങനെ വെച്ചാൽ മതി, അവിടെ ഇരിക്കുള്ളൂ. പിടിച്ചിട്ടുണ്ട്. അവിടെ കമ്പ് ഊർന്നു. അപ്പോൾ നമ്മളൊരു മടയുടെ അടുത്ത് ഈ വില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കമ്പടിച്ച് നാട്ടി അതേ കെട്ടി, അങ്ങേ സൈഡിൽ ഒരു കമ്പടിച്ച് കെട്ടിയിട്ടുണ്ട്, മേളിലും ഒരു കമ്പടിച്ച് കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഈൻ്റെ ആയതുകൊണ്ടാണ്. നിലപ്പാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ കമ്പ് അടിച്ച് നാട്ടിയാൽ അതിൽ നിന്നോളും. ഇത് കണ്ടോ, വില്ലിങ്ങനെ വളച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ കാപ്പിക്കമ്പാണ് കെട്ടിയേക്കുന്നത്. നല്ല ബലമുള്ള കമ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല പവർ ഉണ്ടാകും. നമുക്ക് ഈ എലിയെ പിടിക്കാനൊക്കെ ഇത് മതി. ഈ ഇതിൻ്റെ അകത്തുനിന്ന് രാത്രി എലി ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ ഇത് തട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ കളികോലൊന്ന് തട്ടി നോക്കാം കേട്ടോ. കണ്ടോ? ഇപ്പൊ എലിയൊക്കെ ആണെങ്കിൽ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കും. ഇപ്പൊ നമുക്ക് ഇതിന് പുതിയ ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പണ്ട് കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നവര് നെല്ലും കപ്പയൊക്കെ അല്ലേ മാമ? നെല്ലും കപ്പയൊക്കെ എലി വന്നതിനുമ്പോ ഇങ്ങനെ പണ്ടത്തെ വില്ലാണ് പരിപാടിയാണ്. വൈകാലത്തെ വില്ല്. അപ്പൊ അടിപൊളി എന്തായാലും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.